ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറണ്ട് ഫീലിംഗ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ആ ഒരു തീരുമാനം എടുക്കുന്നത് ഇവരുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. അതനുസരിച്ച് അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത് ഇവർ. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു സ്റ്റെപ്പ് ഇവർ എടുക്കുന്നതായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്താവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെയും ഇവരുടെയും ലൈഫിൽ ആരൊക്കെയാണോ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത് അത് എന്താവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരെ തീരുമാനം എടുക്കുമ്പോൾ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സഫറിങ് അനുഭവിച്ചു. ഇനി ഇവർ സഫറിങ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ കാർമിക് സൈക്കിൾ റിലീസായി പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിക്ക ആൾക്കാരുടെയും പേഴ്സൻ്റെ തേർഡ് പാർട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കര മാനിപ്പുലേറ്റിങ്ങും കൺട്രോളിങ്ങുമാണ്. ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യും മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് വരിക എന്നുള്ളത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇമോഷണൽ ലെവലിൽ അവർ നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണിപ്പോൾ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം അറിയാം. അതായത് ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് ആർക്കും മാറ്റാൻ സാധിക്കുകയില്ല. ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് ഒരുമിക്കുകയാണ് വേണ്ടത് എങ്കിൽ അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പൊസസീവാണിവർ. അതുകൊണ്ട് തന്നെ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പേഴ്സൺ എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരോട് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയോടായിരിക്കാം റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ യൂണിയൻ സംഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പേരുടെ യൂണിയനും കൂടെ സംഭവിക്കാനുണ്ട്. അത് ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവസ്ഥ അതായതുകൊണ്ടാണ് ഇവർ ഐസൊലേറ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്ന് ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. യൂണിയൻ ആയവർക്ക് സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു സന്തോഷവുമില്ല എന്നറിയാം. പക്ഷെ അവരുടെ സിറ്റുവേഷൻ ഇതാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവർ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വളരെ കെയർ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ആക്ഷൻ എടുക്കാം. പക്ഷേ ഇങ്ങനൊരു തേർഡ് പാർട്ടി അതായത് ഭയങ്കരമായിട്ട് കൺട്രോളിങ് മാനിപ്പുലേറ്റിങ്ങുമായിട്ടുള്ള തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതും കൂടെ കൊണ്ടാണ് ഇത്രയും സമയമെടുക്കുക. നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്കും പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. കണക്റ്റഡ് ആയിട്ടാണ് അവർ എപ്പോഴും ഇരിക്കുന്നത്. കൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ട് പോലും ഇവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഇവരുടെ പ്രാർത്ഥനയും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുമായിട്ടൊരു കുടുംബം ഉണ്ടാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷേ സമൂഹം, ഫാമിലി എല്ലാം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ ധൈര്യത്തോടെ വന്ന് ഇവർ പതുക്കെ പിന്നിലോട്ടായി പോകുന്നു. ഇവരുടെ ധൈര്യമെല്ലാം പോകുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഇവർ. ബ്ലോക്കേജസ് കൂടുതലായിട്ടും വരുന്ന തേർഡ് ഐ ചക്രയിലാണ്. തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ ഇവരുടെ വിഷൻ ക്ലിയർ ആവത്തില്ല. ഈ ആൾക്കാരും ഫാമിലിയും കൺഫ്യൂഷൻസ് ഇവരുടെ തലയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ഏത് ശരി ഏത് തെറ്റ് എന്നറിയാൻ പറ്റാതെ ഇവർ കൺഫ്യൂഷനിലിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു തേർഡ് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യുക. ഇവിടെ ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ വേണ്ടി. അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എങ്ങനെ പുറത്തു വരാം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബ്ലോക്കേജസും കൂടെ ഒന്ന് മാറിയാൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. നിങ്ങളോട് സ്നേഹമെല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു ബ്ലോക്കേജസ് ആണ് ഇവർക്ക് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും.
ആ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ 2 ദിവസത്തിനുള്ളിൽ കോളോ മെസ്സേജോ ചെയ്യുന്ന കാര്യം കുറച്ച് പാടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹെവി എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിലാണ്. ആ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിൽ എങ്ങനെ പുറത്ത് വരാം എന്നുള്ള ആ ഒരു വൈബ്രേഷനാണ് ഇപ്പോൾ അവർ ഉള്ളത്. ഇവിടെ ഹെവി എനർജി വരാൻ കാരണം വരാൻ പോകുന്ന 25 മണിക്കൂർ ഇവർ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കാൻ നോക്കുന്നു. പക്ഷേ ചില ആൾക്കാർ അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇത് കാരണം ഇവർ ഹെവി എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 25 മണിക്കൂറിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഇവർ എടുക്കുന്നത് ആയിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഹെവി എനർജിയാണ്, ബ്ലോക്കേജസും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഡെസ്റ്റിനി എന്തായാലും നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കും. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവരെ നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ റീഡിങ് നോക്കുമ്പോഴും മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ബ്ലോക്കേജസ് ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും വാർണിംഗ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും കുറച്ചൊന്ന് ശ്രദ്ധ വയ്ക്കേണ്ടതാണ് വരാൻ പോകുന്ന സമയം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല എന്ന് അങ്ങനെ തോന്നുന്നില്ല. ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അവരുടെ അവസ്ഥ അതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ വരാൻ പോകുന്ന 40 അവേഴ്സ് ഹെവി എനർജി തന്നെയാണ് നിങ്ങൾക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന 40 അവേഴ്സ് ഒന്ന് ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ്. ഇവിടെ ഇവർ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ബാഡ് ഹെൽത്തുമാണ്. കാരണം ഇവരുടെ ഒരു ടെൻഷൻ ഇവരുടെ ഹെൽത്തിലും പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ്. ഇവർക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, ഇനി എനിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി ഒട്ടും നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും പേഷ്യൻസോടെ കാത്തിരിക്കുക ഇവർക്ക് വേണ്ടി. നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബാലൻസ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് പോവുക. ഒരു കാര്യത്തിന് അവരോട് വഴക്കിട്ട് ബാലൻസ് ഇല്ലാതാക്കരുത് എന്ന് എനിക്ക് പറയുള്ളൂ. കാരണം 14 മണിക്കൂർ ഹെവി എനർജിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിങ് കണ്ടതിന് മുമ്പേ ആരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായി നിങ്ങൾക്കത് വിഷമായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനാണ് പറയുന്നത്. കാരണം നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക, ഫോർഗീവ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. വരാൻ പോകുന്ന സമയം ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സിറ്റുവേഷനിലും സ്റ്റക്കായിട്ടിരിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. എപ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ് വരുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല, അത് ഈശോന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരിടത്തും സ്റ്റക്കായിട്ട് നിൽക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സോള് നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകുവാനുള്ള ശരിയായ ടൈമാണ് ഇത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ സോൾ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.